നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു മുറുക്കാണ്. മൈദ മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മുറുക്കാണ്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്ന് പൊരികടലയുണ്ട്. ഇത് വന്നിട്ട് നമ്മൾ ഉഴുന്ന് നമ്മൾ വറുത്തെടുത്തതാണ്. അതിൽ കുറച്ച് കായം ഇട്ട് വറുത്തിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ മൈദ മാവിന് ഇഡ്ഡലി ചട്ടിയിൽ ഇട്ടിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പശയൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് എള്ളാണ്. എള്ള്, മുളക് പൊടി, ഉപ്പ്, ജീരകം ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊരികടലിനെയും ഈ ഉഴുന്നിനെയൊക്കെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. നമ്മളിതപ്പോൾ നമ്മളുടെ ഈ പൊരികടല ഉഴുന്നൊക്കെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ എല്ലാ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവിലോട്ട് ഈ പൊടിച്ചതും ഈ മുളക് പൊടി, ഉപ്പ്, ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇത് ഇടാം. നമുക്ക് ഇതിൽ പൊരികടല ഇതൊക്കെ എടുത്തിടാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. മാവ് വന്ന് നമുക്കിപ്പോൾ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാക്കി നമുക്ക് പീച്ചെടുക്കാനുള്ള ഒരു ഇതിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിനെ നമുക്ക് നമ്മുടെ ഈ സേവനാഴിയിൽ ഇട്ടിട്ട് നമുക്ക് പീച്ച് എടുക്കാം. ഈ മാവിനെ ഇതിലെടുത്തിട്ടാം. നമുക്ക് നമ്മളുടെ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. നമ്മളുടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവിനെ എങ്ങനെ പീച്ച് അങ്ങനെ ഇടാം. നമ്മളുടെ മുറുക്ക് ഇപ്പം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഫ്രണ്ട്സ്, നമ്മളുടെ മുറുക്ക് ഇപ്പോൾ സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായി നല്ല മുരുന്നുള്ള മുറുക്കാണ്. ഇനി നമുക്ക് വെളിയിൽ പോയിട്ട് മുറുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി വീട്ടിൽ തന്നെ അടിപൊളിയായ മുറുക്ക് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പം നമ്മളുടെ മുറുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾക്ക് അടുത്ത വിഭവവുമായി അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.